പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായിരുന്ന അൻവർ അലിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ മാർക്കസ് മെർഗ്ലാവ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അൻവർ അലിക്ക് 4 മാസത്തോളം ബാൻ കിട്ടിയിരിക്കുകയാണ്. പുതിയ താരങ്ങളെ ഇസ്രായേലിൽ നിന്നും ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ഡൽഹി FC-ക്കും ബാൻ കിട്ടിയിട്ടുണ്ട്. അൻവർ അലിയുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ ഇഷ്യൂസ് കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു ബാൻ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അൻവർ അലി തന്റെ താല്പര്യപ്രകാരം തന്നെയാണ് മോഹൻ ബഗാൻ ക്ലബ്ബ് വിടാൻ താരം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിരാശ നൽകിക്കൊണ്ട് 4 മാസത്തോളമാണ് അൻവർ അലിക്ക് ബാൻ ലഭിച്ചിരിക്കുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. നമുക്കറിയാം പോലെ തന്നെ ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തന്നെയായിരിക്കും. ഇത്തവണ ക്ലബിന്റെ വൈസ് ക്യാപ്റ്റൻ മിലോസ് റിൻസിച്ച് ആയിരിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. സെക്കൻഡറി ക്യാപ്റ്റൻസ് ആയിട്ട് ടീമിലുള്ളത് ജീസസ് ജിമിനസ്, പ്രീതം കോട്ടാൽ, പ്രവീർ ദാസ് എന്നീ താരങ്ങളാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ആദ്യ മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പഞ്ചാബ് FC-യാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. രാത്രി 7:30 ആരംഭിക്കുന്ന മത്സരം ഏഷ്യാനെറ്റ് പ്ലസിൽ മലയാളം കമന്ററിയിലൂടെ കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ കൈമാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ഓരോ ഗോളിനും 1 ലക്ഷം രൂപ വീതം ദുരിതാശ്വാസ നിധിയിലെത്തും. അടുത്തൊരു കാര്യം, ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ഇന്ത്യ സിറിയയെ നേരിട്ടിരുന്നു. എന്നാൽ തീർത്തും നിരാശ നൽകിയ പ്രകടനമായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നത്. മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളിനാണ് ഇന്ത്യൻ ടീം ഇന്നലെ പരാജയപ്പെട്ടത്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ 2 മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ ടീമിന് നിലവിലുള്ളത് ഒരേ ഒരു പോയിന്റ് മാത്രമാണ്. തീർത്തും ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് നിരാശ നൽകുന്ന കാര്യം തന്നെയാണിത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.